പള്ളി പൊളിച്ചാണോ ക്ഷേത്രം പണിഞ്ഞത്? അതല്ല, പള്ളി തന്നെ പണിഞ്ഞത് പണ്ടൊരു ക്ഷേത്രം പൊളിച്ചാണോ? സ്വതന്ത്ര ഇന്ത്യ ഏറ്റവും അധികം ചർച്ച ചെയ്ത രാഷ്ട്രീയ ചോദ്യങ്ങളിലൊന്ന് അയോധ്യ എന്ന ഉത്തരേന്ത്യൻ പട്ടണത്തിലെ ഏതാനും ഏക്കറുകൾ മാത്രം വരുന്നൊരു ഭൂമിയും അതിലെ കെട്ടിടങ്ങളും ആർക്ക് അവകാശപ്പെട്ടതാണ് എന്ന ചോദ്യമാണ്. 2024 ഈ ചോദ്യത്തിൻ്റെ അവസാനമോ അതല്ല ഒരുപാട് പുതിയ ചോദ്യങ്ങളുടെ തുടക്കമോ എന്നറിയാതെ നിൽക്കുകയാണ് ഇന്ത്യ. നമസ്കാരം, എൻ്റെ പേര് സുദീപ് സുധാകരൻ. രാമജന്മഭൂമി വിഷയത്തിൻ്റെ 16-ാം നൂറ്റാണ്ട് മുതൽ 2024 വരെയുള്ള സമ്പൂർണ്ണമായ ചരിത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗത്തിൽ 16-ാം നൂറ്റാണ്ട് മുതൽ 1980 വരെയുള്ള ചരിത്രവും, രണ്ടാമത്തെ ഭാഗത്തിൽ 1980 മുതൽ 2024 വരെയുള്ള ചരിത്രവുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ കഥ ആരംഭിക്കുന്നത് 1526 ആ വർഷം ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബറിൻ്റെ നേതൃത്വത്തിലുള്ള മുഗൾ സൈന്യം ഇബ്രാഹിം ലോധിയുടെ ഡൽഹി സുൽത്താനത്തിനെ പരാജയപ്പെടുത്തുകയും ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം ആരംഭിക്കുകയും ചെയ്തു. മിഡീവൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻറ്റുകളിലൊന്നാണ് ഈ വിജയം. 1528 മിർ ബക്കി എന്ന മുഗൾ കമാൻഡറാണ് സരയൂ നദിയുടെ കരയിലുള്ള അയോധ്യ എന്ന ചെറിയൊരു പട്ടണത്തിൽ ബാബറി മസ്ജിദ് പണി കഴിപ്പിക്കുന്നത്. ബാബറി മസ്ജിദിൻ്റെ മതിലുകളിൽ എഴുതിയിരുന്ന പേർഷ്യൻ ഇൻസ്ക്രിപ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് എംപറർ ബാബറിൻ്റെ നിർദ്ദേശപ്രകാരം പണി കഴിപ്പിച്ചൊരു കെട്ടിടമാണ് ഇതെന്നാണ്. ഇത് സത്യമാകണമെന്ന് ഉറപ്പൊന്നുമില്ല. കാരണം അക്കാലത്ത് ഇത്തരത്തിൽ ഭരണാധികാരികൾക്ക് ട്രിബ്യൂട്ട് നൽകുക പ്രഭുക്കൾക്കിടയിൽ ഒരു പതിവായിരുന്നു. എന്തു തന്നെയായാലും മിഡീവൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യമായ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഫൗണ്ടറായ ബാബറിൻ്റെ പേരിലാണ് ബാബറി മസ്ജിദ് ഉയർന്നത്. മനോഹരങ്ങളായ മിനാരങ്ങളും താഴികക്കുടങ്ങളും പ്രാർത്ഥനാ റൂമുകളും ഉണ്ടായിരുന്ന ബാബറി മസ്ജിദിൻ്റെ മതിലുകളിൽ പേർഷ്യൻ ഭാഷയിൽ ബുവാദ് ഖൈർ ബക്കി അഥവാ ഈ നന്മ എന്നും നിലനിൽക്കട്ടെ എന്ന് എഴുതിയിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുന്നേയുള്ള അയോധ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു മുസ്ലിം സംഘർഷം ആരംഭിക്കുന്നത് 1855 ആ വർഷം അയോധ്യയിൽ ഉണ്ടായിരുന്ന ഹനുമാൻ ഘർ എന്ന് പറയപ്പെടുന്ന ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു ഇതിൻ്റെ കാരണം. ഇക്കാലഘട്ടത്തിൽ അയോധ്യ അവധ് എന്ന രാജ്യത്തിൻ്റെ ഭാഗമാണ്. അവധ് ഭരിച്ചിരുന്നത് നവാബായിരുന്ന മിർസ വാജിദ് അലി ഷാ ആയിരുന്നു. അവിടെ ഒരു കൂട്ടം ഓർത്തഡോക്സ് സുന്നികൾ ഷാ ഗുലാം ഹുസൈൻ എന്നൊരു റിലീജിയസ് ഫെനറ്റിക്കിൻ്റെ നേതൃത്വത്തിൽ ഹനുമാൻ ഘർ എന്ന അമ്പലം ഒരു മുസ്ലിം പള്ളി പൊളിച്ച് അതിൻ്റെ മുകളിൽ പണിതതാണ് എന്ന ആരോപണം ഉന്നയിച്ചു. മാത്രമല്ല അതിൻ്റെ ഉടമസ്ഥാവകാശം തങ്ങൾക്ക് തിരിച്ചു ലഭിക്കണം എന്നും അവർ പറഞ്ഞു. ചരിത്രത്തിൻ്റെ ഒരു പാരഡോക്സ് എന്നോണം പിന്നീട് ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ രാമജന്മഭൂമി മൂവ്മെൻറ്റുമായി ഒരുപാട് സാദൃശ്യം ഈ വാദത്തിനുണ്ട്. 1855 ജൂലൈ മാസം ഷാ ഗുലാം ഹുസൈൻ്റെ നേതൃത്വത്തിൽ 500ഓളം വരുന്ന മുസ്ലിങ്ങൾ അമ്പലത്തിനെ ആക്രമിക്കാൻ തയ്യാറാവുകയാണ്. എന്നാൽ അതേസമയം 800ഓളം വരുന്ന ഹിന്ദുക്കൾ അമ്പലത്തിനെ സംരക്ഷിക്കാനായി അവിടെയുണ്ട്. ബൈരാഗികൾ എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്ര സംരക്ഷകരുടെ നേതൃത്വത്തിലായിരുന്നു ഹിന്ദുക്കൾ സംഘടിച്ചിരുന്നത്. മാത്രമല്ല സ്ഥലത്തെ ജമീന്ദാറുമാരുടെയും മറ്റും പിന്തുണയും ഇവർക്കുണ്ടായിരുന്നു. ശക്തമായ പ്രതിരോധം ഹിന്ദുക്കൾ തീർത്തപ്പോൾ മുസ്ലിം കലാപകാരികൾ പരാജയപ്പെട്ടു. സംഘർഷത്തിൽ നിന്നും തോറ്റ് തിരിച്ചോടിയ മുസ്ലിം കലാപകാരികളിൽ പലരും ബാബറി പള്ളിക്കകത്തേക്ക് കടക്കുകയാണ്. അവരവിടെ ഒളിച്ചിരിക്കാൻ ആരംഭിച്ചു. ഇതേസമയം ബൈരാഗികളുടെ നേതൃത്വത്തിൽ ഹിന്ദുക്കൾ ബാബറി പള്ളി വളയുക മാത്രമല്ല ഉടൻ തന്നെ അവരതിനകത്തേക്ക് കയറുകയും അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം കലാപകാരികളെ കൊല്ലുകയും ചെയ്തു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നീട് പള്ളിക്ക് മുകളിൽ അവകാശവാദം ഒന്നും ഉന്നയിക്കാതെ അവരെല്ലാവരും തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഗുലാം ഹുസൈൻ്റെയും അനുയായികളുടെയും പരാജയം മുസ്ലിം ഓർത്തഡോക്സിക്ക് അവധിൽ വലിയ രീതിയിലുള്ള പരിഭ്രാന്തി ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം പൗരോഹിത്യം നവാബിന് മുകളിൽ പിന്നീട് പ്രഷർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഹിന്ദുക്കൾക്കെതിരെ ഒരു നടപടിയെടുക്കാൻ വേണ്ടി നവാബിന് മുകളിൽ പ്രഷർ കൂട്ടുകയാണ്. എന്നാൽ നവാബ് ഇതിനെപ്പറ്റി വിശദമായി പഠിക്കാൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അതുകൂടാതെ ബ്രിട്ടീഷുകാരും ഉൾപ്പെട്ട ഒരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷൻ വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഹനുമാൻ ഘർ ടെമ്പിളിന് താഴെ ഒരു മുസ്ലിം ആരാധനാലയം ഉണ്ടായിരുന്നില്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നു. അതിനാൽ തന്നെ ഉടമസ്ഥാവകാശത്തിൻ്റെ ചോദ്യം കമ്മീഷൻ തള്ളിക്കളഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1885 കലാപം ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടത് ആയിരുന്നില്ല. മറിച്ച് ഹനുമാൻ ഘർ ടെമ്പിൾ, അതിൻ്റെ ഉടമസ്ഥാവകാശം, ഇവയായിരുന്നു പ്രധാന പ്രശ്നങ്ങൾ. അതിനാൽ തന്നെ ഒരു ഘട്ടത്തിൽ ബാബറി മസ്ജിദ് കയ്യേറുന്ന ഹിന്ദുക്കൾ
അവിടെ അവകാശവാദം ഉന്നയിക്കാനൊന്നും നിൽക്കാതെ പിന്നീട് പിൻവാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തുടർന്നുള്ള നവാബിൻ്റെ കമ്മീഷനിലും ഹിന്ദുക്കൾ ബാബറി പള്ളിക്ക് മുകളിൽ പ്രത്യേകിച്ച് അവകാശവാദങ്ങൾ ഒന്നും തന്നെ ഉന്നയിക്കുന്നില്ല എന്ന് ആ കമ്മീഷൻ്റെ മിനിറ്റ്സുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ബാബറി മസ്ജിദ് ഒരു ഹിന്ദു ക്ഷേത്രം പൊളിച്ച് അതിൻ്റെ മുകളിൽ പണിതതാണ് എന്നത് ഒരു ആരോപണം പോലുമായി എവിടെയും ഉണ്ടായിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ബാബറി പള്ളിക്ക് മുകളിലുള്ള ഹിന്ദുക്കളുടെ അവകാശവാദം ആരംഭിക്കുന്നത് 1857 നവാബിൻ്റെ നീതിയുക്തമായ ഇടപെടൽ ഹനുമാൻഗറിന് മുകളിലുള്ള മുസ്ലിം വാദത്തിനെ തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചുവെങ്കിലും പല രീതിയിലും മുസ്ലിം ഓർത്തഡോക്സി ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇക്കാലത്ത് ഉയർന്നു വന്ന ക്ഷേത്രത്തിന് സമീപം ഒരു പള്ളി കൂടി പണിയാം എന്ന പ്രപ്പോസൽ അവിടെയുള്ള ഹിന്ദുക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള അലോസരമുണ്ടാക്കുന്നുണ്ട്. എല്ലാ കാലത്തും നവാബ് ഇന്നെടുക്കുന്ന പോലെ നീതിയുക്തമായി ഇടപെടുമോ എന്ന ഭയം ഹിന്ദുക്കളിൽ വർദ്ധിക്കുന്നതായി പ്രമുഖ ചരിത്രകാരൻ KN പണിക്കർ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കിയത് ഹനുമാൻഗർ ടെമ്പിളിന്റെ മഹന്ത് അഥവാ പൂജാരിയായിരുന്ന വ്യക്തിയാണ്. ഹനുമാൻഗറിന് മുകളിൽ മുസ്ലിങ്ങൾ ഭാവിയിൽ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് തടയാൻ ഏറ്റവും നല്ലത് ബാബറി മസ്ജിദിന് മുകളിൽ സമാനമായിട്ടുള്ള ഒരു അവകാശവാദം അഥവാ ഒരു കൗണ്ടർ ക്ലെയിം ഉന്നയിക്കുന്നതാണ് എന്ന് ഈ മഹന്ത് തിരിച്ചറിയുകയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം മഹന്ത് ബാബറി മസ്ജിദ് നിലനിൽക്കുന്ന കോമ്പൗണ്ടിനകത്ത് കയറുകയും അവിടെ ഒരു ചബൂത്ര അഥവാ ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമോട് കൂടിയ ഒരു ആരാധനാലയം പണിയുകയും ചെയ്തു. ഇത് അവിടെ ഉണ്ടായിരുന്ന പല മുസ്ലിങ്ങൾക്കിടയിലും വലിയ പരിഭ്രാന്തി ഉണ്ടാക്കുകയും പലരും പരാതികളുമായി ബ്രിട്ടനെ സമീപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നീടുള്ള വർഷങ്ങളിൽ ശ്രീരാമൻ്റെ ജന്മസ്ഥലമാണ് ബാബറി മസ്ജിദ് നിലനിൽക്കുന്ന ഭൂമി എന്ന വിശ്വാസം വലിയ രീതിയിൽ വളരുകയാണ്. ഈ സ്ഥിതി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് സർക്കാർ 1859 ഈ ബാബറി മസ്ജിദിൽ നിൽക്കുന്ന കോമ്പൗണ്ടിനകത്ത് ഹിന്ദു ആരാധനാലയവും മുസ്ലിം ആരാധനാലയവും എന്ന രീതിയിൽ വേലി കെട്ടി വേർതിരിച്ചു. ഔട്ടർ കോർട്ട്യാർഡാണ് ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്കായി നൽകിയിരുന്നത്. 1855 ബാബറി പള്ളിയുമായി ബന്ധപ്പെട്ട നിയമവ്യവഹാരങ്ങൾ ആരംഭിക്കുന്നത്. അന്ന് മഹന്തായിരുന്ന രഘുബീർ ദാസ് ബാബറി മസ്ജിദ് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ടൈറ്റിൽ ലഭിക്കാനും അതേപോലെ ചബൂത്രയ്ക്ക് മുകളിൽ ഒരു ക്ഷേത്രം പണിയാനും ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചു. എന്നാൽ ഈ രണ്ട് ആവശ്യങ്ങളും കോടതി തള്ളിക്കളഞ്ഞു. അദ്ദേഹം പിന്നീട് അപ്പീലുമായി പോയെങ്കിലും അവിടെയും അതേ സ്ഥിതി തുടരുകയാണ് ചെയ്തത്. എന്ന് മാത്രമല്ല ബ്രിട്ടീഷുകാരുണ്ടാക്കിയ വേലി കെട്ടിയുണ്ടാക്കിയ സ്റ്റേറ്റസ് കോ അതേപോലെ തുടരുകയാണ് വേണ്ടത് എന്നും കോടതി പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് മുമ്പേ ബാബറി പള്ളിയുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. ഒന്ന്, 1934 മാർച്ച് 27 ഒരു ഹിന്ദു മുസ്ലിം കലാപം അയോധ്യയിൽ ആരംഭിക്കുന്നുണ്ട്. തൊട്ടടുത്ത ഷാജഹാൻപൂർ എന്ന ഗ്രാമത്തിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന ഗോഹത്യയുമായി ബന്ധപ്പെട്ടായിരുന്നു ആ കലാപം. ഈ കലാപത്തിൽ ബാബറി മസ്ജിദ് ആക്രമിക്കപ്പെടുകയും മസ്ജിദിൻ്റെ ഒരു താഴികക്കുടം തകർക്കപ്പെടുകയും ചെയ്തു. പിന്നീട് ബ്രിട്ടീഷ് സർക്കാരാണ് ഇത് പുതുക്കി പണിയുന്നത്. ഇതേ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ സുന്നികളും ഷിയാക്കളും തമ്മിൽ ബാബറി പള്ളിയുടെ ഉടമസ്ഥാവകാശത്തിനായി ഒരു തർക്കമുണ്ടാകുന്നുണ്ട്. എന്നാൽ 1946 കോടതി വിധി ബാബർ എന്ന സുന്നി നിർമ്മിച്ച പള്ളിയായതുകൊണ്ട് ബാബറി മസ്ജിദിൻ്റെ ഉടമസ്ഥാവകാശം സുന്നി വഖഫ് ബോർഡിനായിരിക്കും എന്ന് വിധി പ്രഖ്യാപിച്ചു. അതോടെ സുന്നികളും ഷിയാക്കളും തമ്മിലുള്ള ഈ ഉടമസ്ഥാവകാശത്തിന് വേണ്ടിയുള്ള തർക്കം എന്നേക്കുമായി അവസാനിച്ചു. 1947 200 വർഷത്തെ കൊളോണിയൽ ഭരണം അവസാനിച്ചുകൊണ്ട് ഇന്ത്യ സ്വതന്ത്രമാവുകയാണ്. ഇന്ത്യ വിഭജനം തീർത്ത ഉണങ്ങാത്ത മുറിവുകൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്നത്. ഈ ഘട്ടത്തിൽ ബാബറി മസ്ജിദിൻ്റെ ചരിത്രം പുതിയൊരു തലത്തിലേക്ക് മാറുകയാണ്. 1949 ഡിസംബർ 22 ഈ ദിവസം ഒരു അത്ഭുതം അയോധ്യയിൽ സംഭവിക്കുകയാണ്. ബ്രിട്ടീഷ് സർക്കാർ വേലി കെട്ടിത്തിരിച്ച ബാബറി കോമ്പൗണ്ടിനകത്ത് ബാബറി പള്ളിക്കുള്ളിൽ ഒരു രാംലല്ല അഥവാ രാമൻ്റെ ഒരു പ്രതിമ പ്രത്യക്ഷപ്പെടുന്നു. പ്രദേശത്തെ ഹിന്ദുക്കളിൽ ദൈവികമായ ഒരു അത്ഭുതത്തിൻ്റെ പ്രതീതി ഈ വിഷയത്തിന് വരും ദിവസങ്ങളിൽ വന്നു ചേരുകയാണ്. മാത്രമല്ല 6000-ഓളം വരുന്ന ഹിന്ദു ഭക്തർ അടുത്ത ദിവസം ഈ ബാബറി പള്ളിക്കുള്ളിലെ ശ്രീരാമ വിഗ്രഹം കാണാനായി തടിച്ചുകൂടി. എന്നാൽ ഇതൊരു അത്ഭുതമായിരുന്നു അല്ല എന്ന് പറയേണ്ടി വരും. വളരെ കാലം പ്ലാൻ ചെയ്ത ഒരു പ്ലോട്ടിൻ്റെ ഭാഗമായിരുന്നു ഈ സോക്കോൾഡ് അത്ഭുതം. ഡിസംബർ 22 മുന്നേ പല രീതിയിലുള്ള പ്രകോപനങ്ങളും ഹിന്ദു റൈറ്റ് വിങ്ങിൻ്റെ ഭാഗത്തു നിന്നും അയോധ്യയിൽ ഉണ്ടാകുന്നുണ്ട്.
ഇതിൻ്റെ പ്രധാനപ്പെട്ട രീതി മുസ്ലിം ശവകുടീരങ്ങളെ ആക്രമിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു. അതുപോലെ പള്ളിക്ക് മുന്നിൽ രാമായണത്തിൻ്റെ വളരെ പോപ്പുലറായ ഒരു നോർത്ത് ഇന്ത്യൻ വേർഷനായ രാമചരിതമാനസ്, തുളസിദാസ് എഴുതിയ രാമചരിതമാനസിൻ്റെ നിർത്താതെയുള്ള പാരായണം ഇക്കാലത്ത് നടക്കാറുണ്ടായിരുന്നു. അഖില ഭാരതീയ രാമായണ മഹാസഭ എന്ന സംഘടനയാണ് ഇതിന് നേതൃത്വം നൽകിയത്. ബാബ രാഘവദാസ്, സ്വാമി കർപ്പത്രജി, അതേപോലെ ഹിന്ദു മഹാസഭയുടെ നേതാവായിട്ടുള്ള ദിഗ്വിജയനാഥ് എന്നിവരൊക്കെയായിരുന്നു ഇതിൻ്റെ നേതാക്കൾ. ഒരു കമ്മ്യൂണൽ ടെൻഷൻ നിലനിൽക്കുന്ന കാലഘട്ടമായിരുന്നു അത്. അക്കാലത്ത് ഹിന്ദു റൈറ്റ് വിങ്ങിൻ്റെ മീറ്റിങ്ങുകൾ, വളരെ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള പ്രസംഗങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരുന്നു. പള്ളിക്കകത്ത് കയറി പ്രാർത്ഥന ആരംഭിക്കാൻ ഇത്തരം മീറ്റിങ്ങുകളിൽ ഹിന്ദുക്കളോട് നേതാക്കൾ ആവശ്യപ്പെട്ടു. സത്യത്തിൽ എന്താണ് ഡിസംബർ 22 നടന്നതെന്ന് ധീരേന്ദ്രജായും കൃഷ്ണജായും ചേർന്നെഴുതിയ അയോധ്യ ദ ഡാർക്ക് നൈറ്റ് എന്ന പുസ്തകം വിശദമായി വിവരിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ അഭിരാം ദാസ് എന്നൊരു സന്യാസിയെക്കുറിച്ച് പറയേണ്ടതുണ്ട്. സാധാരണ സന്യാസികളിൽ നിന്നും വ്യത്യസ്തമായി വളരെ മസ്കുലറായ ആകാരവടിവുള്ള ഒരു സന്യാസിയായിരുന്നു ഇദ്ദേഹം. വർഷങ്ങൾക്ക് മുന്നേ ബീഹാറിൽ നിന്നും അയോധ്യയിലേക്ക് വന്ന ഇദ്ദേഹം രാമജന്മഭൂമി അഥവാ രാമൻ ജനിച്ചു എന്ന് അദ്ദേഹം കരുതുന്ന സ്ഥലം തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നുണ്ട്. തൻ്റെ ഒരു ജീവിത ലക്ഷ്യം എന്ന പോലെയായിരുന്നു അദ്ദേഹത്തിന് ഇത്. മാത്രമല്ല, നിരന്തരം തൻ്റെ ശിഷ്യരോട് ശ്രീരാമൻ തൻ്റെ സ്വപ്നത്തിൽ ബാബറി പള്ളിക്കകത്ത് പ്രത്യക്ഷപ്പെടുന്നത് കാണാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഈ കാലയളവിൽ സിറ്റി മജിസ്ട്രേറ്റ് ആയിട്ടുള്ള ഗുരുദത്ത് സിംഗ് വളരെ പ്രത്യക്ഷമായി തന്നെ ഹിന്ദു റൈറ്റ് വിങ് സെൻറ്റിമെൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അഭിരാം ദാസ് തൻ്റെ സ്വപ്നവും ആഗ്രഹവും ഇദ്ദേഹത്തോട് നിരന്തരം സംസാരിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല, ഇദ്ദേഹവും ഇത് തൻ്റെ കൂടി സ്വപ്നമാണ് എന്ന് അഭിരാം ദാസിനോട് പറയാറുണ്ടായിരുന്നു. ഇവർക്കിടയിൽ ഈ കാലഘട്ടത്തിൽ വളരെ വലിയൊരു സൗഹൃദം രൂപപ്പെടുന്നുണ്ട്. നമ്മുടെ കഥയുടെ ഈ ഘട്ടത്തിൽ ഒരു വ്യക്തിയെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. ആലപ്പുഴക്കാരനായിട്ടുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ കെ നായർ. 1940കളിൽ തന്നെ ഗുരുദത്ത് സിംഗും നായരും വളരെ വലിയ സുഹൃത്തുക്കളായി മാറുന്നുണ്ട്. ദത്തിനെ പോലെ തന്നെ വളരെ കൃത്യമായ ഹിന്ദു റൈറ്റ് വിങ് മെൻറ്റാലിറ്റിയുള്ള വ്യക്തിയായിരുന്നു കെ നായർ. ഇവർ രണ്ടുപേരും ഫൈസാബാദ് ജില്ലയിലേക്ക്, അന്നത്തെ അയോധ്യ നിലനിൽക്കുന്ന ഫൈസാബാദ് ജില്ലയിലേക്ക് നിയമനം ചോദിച്ചു വാങ്ങുകയായിരുന്നു. കെ നായർ ഒരു ജില്ലയുടെ ഏറ്റവും ഉയർന്ന അഡ്മിനിസ്ട്രേറ്റീവ് തസ്തികയായ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്നു. ഈ 3 പേരും ചേർന്നുള്ള ഗൂഢാലോചനയാണ് 1949 ഡിസംബർ 22 സോക്കോൾഡ് അത്ഭുതത്തിലേക്ക് നയിച്ചത്. ബാബറി മസ്ജിദ് കോമ്പൗണ്ടിന് അക്കാലത്ത് കാവൽക്കാരുണ്ടായിരുന്നു. ഒരു ഹിന്ദു ഗാർഡും ഒരു മുസ്ലിം ഗാർഡും. ഇവർക്ക് രണ്ടുപേർക്കും വ്യത്യസ്തമായിട്ടുള്ള ഷിഫ്റ്റും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നു. ഇതിൽ രണ്ടുപേരെയും നേരത്തെ സൂചിപ്പിച്ച ഈ മൂവർ സംഘം തങ്ങളുടെ പദ്ധതികളുടെ ഭാഗമാക്കി. ഹിന്ദു കാവൽക്കാരനോട് ഇവർ പറഞ്ഞത് രാമന്റെ വിഗ്രഹം ഈ പള്ളിക്കകത്ത് സ്ഥാപിച്ചാൽ ലഭിക്കാൻ സാധ്യതയുള്ള പുണ്യത്തിനെ കുറിച്ചുള്ള കഥകളാണ്. എന്നാൽ മുസ്ലിം കാവൽക്കാരനെ കൃത്യമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ പദ്ധതിയുടെ ഭാഗമാക്കിയത്. കുടുംബമടക്കം കൊന്നുകളയും എന്നതായിരുന്നു ആ ഭീഷണി. അയോധ്യയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വർദ്ധിച്ചു വരുന്ന കമ്മ്യൂണൽ ടെൻഷൻ അതുകൂടി പരിഗണിച്ചായിരുന്നു ഡിസംബർ 22 എന്ന തീയതി ഇവർ തിരഞ്ഞെടുത്തത്. ഡിസംബർ 22 രാത്രി, അതായത് വളരെ ശൈത്യമുള്ള ഒരു നോർത്ത് ഇന്ത്യൻ രാത്രി, അഭിരാം ദാസും ഒരു കൂട്ടം അനുയായികളും ഹിന്ദു കാവൽക്കാരൻ്റെ സഹായത്തോടെ പള്ളിക്കകത്തേക്ക് കയറുകയാണ്. ഏകദേശം 7 ഇഞ്ച് മാത്രം വലുപ്പമുള്ള രാംലല്ല അഥവാ കുഞ്ഞായിരിക്കുന്ന ശ്രീരാമൻ്റെ ഒരു പ്രതിമ അവരുടെ കൈവശമുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇത്തരമൊരു പ്രതിമ അവർ തിരഞ്ഞെടുത്തു എന്നത് വളരെ ലോജിക്കലാണ്. കാരണം ശ്രീരാമൻ്റെ ജന്മസ്ഥലം എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത് കുഞ്ഞായിരിക്കുന്ന ശ്രീരാമൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കുക എന്നതായിരുന്നു അതിൻ്റെ ലോജിക്. അടുത്ത ദിവസം പുലർച്ചെയാകുന്നതോടെ പൂജയും മറ്റും പൂർത്തീകരിക്കുകയും ശ്രീരാമൻ്റെ പ്രതിമ ഒരു താഴികക്കുടത്തിൻ്റെ താഴെയായി സ്ഥാപിക്കുകയും ചെയ്തു. അഭിരാം ദാസിൻ്റെ ജീവിത ലക്ഷ്യം ആ നിമിഷത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു. ഇതോടെ 400 വർഷത്തോളം പഴക്കമുള്ള ഒരു മുസ്ലിം ആരാധനാലയം ഒരു തർക്കഭൂമിയായി മാറുകയാണ്. അഭിരാം ദാസും കൂട്ടരും വിഗ്രഹം സ്ഥാപിക്കുന്ന നേരത്ത് പുലർച്ചെ 3 മണിയോടെ ഹിന്ദു കാവൽക്കാരൻ്റെ ഷിഫ്റ്റ് അവസാനിക്കുകയും പകരം മുസ്ലിം കാവൽക്കാരൻ ഷിഫ്റ്റ് മാറി ഡ്യൂട്ടിയിൽ കയറുകയും ചെയ്തിരുന്നു. ബാബറി പള്ളിക്കകത്ത് നടന്നത് ഒരു അത്ഭുത പ്രവൃത്തിയായി ലോകം കാണാൻ വേണ്ട രീതിയിലുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ മൂവർ സംഘം, അതായത് ദത്തും നായരും ദാസും ചേരുന്ന ഈ സംഘം ചെയ്തിരുന്നു. ഉദാഹരണത്തിന് മുസ്ലിം കാവൽക്കാരൻ പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഏകദേശം ഇങ്ങനെയാണ്. അദ്ദേഹം പുലർച്ചെ 3 മണിയോടെ തൻ്റെ ഷിഫ്റ്റിന് കയറുന്ന സമയത്ത് ഒരു സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം പള്ളിക്കകത്ത് നിന്ന് കാണുകയുണ്ടായി.
അതിൽ നിന്നും ശ്രീരാമൻ്റെ രൂപം തെളിഞ്ഞു വരുന്നതായി അദ്ദേഹം കണ്ടു എന്നാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഡിവൈൻ മിറാക്കിൾ അവിടെ സംഭവിച്ചു എന്ന് ലോകം വിശ്വസിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ മൂവർ സംഘം ഗാർഡിനെ പറഞ്ഞു പഠിപ്പിച്ചതായിരുന്നു ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഡിസംബർ 23-ാം തീയതി നേരം വെളുക്കുന്നതോടെ ഈ വാർത്ത പടരുകയാണ്. ഒരുപാട് ജനങ്ങൾ ഇത് കാണാൻ വേണ്ടി ബാബറി പള്ളിയിലേക്ക് വരുന്നുണ്ട്. ഉടൻ തന്നെ ജില്ലാ ഭരണകൂടം അലേർട്ടാകുന്നുണ്ട്. അവർ ഒരു കൂട്ടം പോലീസുമായിട്ട് അവിടെ എത്തുകയും അവിടെ തമ്പടിച്ചിട്ടുള്ള ജനങ്ങളെ പിരിച്ചുവിടാനായി ആകാശത്തേക്ക് വെടിവെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതേ സമയം ദത്തും കെ നായരും വളരെ ശ്രദ്ധയോടെ കാര്യങ്ങളെ വീക്ഷിക്കുകയായിരുന്നു. തങ്ങളുടെ കൈപ്പടയിൽ എഴുതിയ കത്തുകൾ വളരെ വിശ്വസ്തരായിട്ടുള്ള മെസ്സഞ്ചർമാർക്ക് നൽകി അതിലൂടെയായിരുന്നു ഇവരുടെ കമ്മ്യൂണിക്കേഷൻ. അല്പസമയത്തിനകം തന്നെ ഇവർ ഇക്കാര്യം തങ്ങളുടെ പദ്ധതി പൂർണ്ണമായും വിജയിച്ചു എന്ന സന്തോഷകരമായിട്ടുള്ള വാർത്ത അറിയുന്നുണ്ട്. അധികം വൈകാതെ തന്നെ അയോധ്യയിലാകെ നിരോധനാജ്ഞ പോലീസ് സംവിധാനം പ്രഖ്യാപിച്ചു. ഈ ഘട്ടത്തിൽ അയോധ്യ എന്ന ചെറിയൊരു നോർത്ത് ഇന്ത്യൻ പട്ടണത്തിൽ നിന്നും വലിയൊരു ഭൂമികയിലേക്ക് ഈ പ്രശ്നം മാറുകയാണ്. അടുത്ത ചാപ്റ്റർ ആരംഭിക്കുന്നത് ഒരുപാട് സാമ്രാജ്യങ്ങളുടെ ഉദയവും അസ്തമയവും കണ്ട ഇന്ത്യയുടെ മഹാനഗരമായ ഡൽഹിയിൽ നിന്നാണ്. അവിടെ വെറും 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന വലിയ ചർച്ചയിലാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തോൽപ്പിച്ച ഒരു കൂട്ടം മധ്യവയസ്കർ. ബാബറി മസ്ജിദിൻ്റെ ചരിത്രം പറയുമ്പോൾ അക്കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ കൂടി അതിനോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിൽ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഒരുപാട് രാഷ്ട്രീയ ധാരകൾ ഇന്ത്യയിൽ വളരുന്നതായി കാണാൻ സാധിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ധാര ഇന്ത്യയിലെ ഹിന്ദു റൈറ്റ് വിങ് ആണ്. ഹിന്ദു മഹാസഭയും രാഷ്ട്രീയ സ്വയം സേവ സംഘവും പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെയായിരുന്നു ഹിന്ദു റൈറ്റ് വിങ്ങിൻ്റെ വളർച്ച. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇത്തരത്തിൽ ഹിന്ദു റൈറ്റ് വിങ് സെൻറ്റിമെൻറ്റ്സ് ഉള്ള വലിയൊരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ഉണ്ടായിരുന്നു എന്നതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വളരെ ലൂസായിട്ടുള്ള ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ ഇന്ത്യക്കാരുടെയും ഒരു പ്രസ്ഥാനം എന്ന അതിൻ്റെ സ്വഭാവവും കൂടിയായിരുന്നു. ഈ ഘട്ടത്തിൽ പുതിയ ഇന്ത്യയെ ഇപ്പോൾ നയിക്കുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഒരു ഭാഗത്ത് പാർട്ടീഷൻ്റെ ഭാഗമായി ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകണം എന്ന മുറവിളി വലിയ രീതിയിൽ ശക്തമായി ഉയരുന്നുണ്ട്. രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധി ഇത്തരത്തിലുള്ള ഒരു ഹിന്ദു റൈറ്റ് വിങ് ഫെനാറ്റിക്കിൻ്റെ വെടിയേറ്റ് മരിച്ചിട്ട് മാസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. എന്നാൽ ലോകം തന്നെ ഇടിഞ്ഞു വീണാലും എല്ലാ മതങ്ങൾക്കും ഒരേപോലെ സ്ഥാനമുള്ള ഒരു സെക്യുലർ രാജ്യമായി ഇന്ത്യ മുന്നോട്ട് പോകണം എന്ന ഉറച്ച തീരുമാനത്തിലാണ് ജവഹർലാൽ നെഹ്റു. തൻ്റെ പാർട്ടിയിൽ നിന്ന് പോലും പലപ്പോഴും ശക്തമായ എതിർപ്പ് ഇക്കാര്യത്തിൽ നെഹ്റു നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. പള്ളിക്കുള്ളിൽ ശ്രീരാമൻ്റെ വിഗ്രഹം സ്ഥാപിച്ചാൽ ശക്തമായ എതിർപ്പ് നെഹ്റുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നായർക്കും ദത്തിനും നേരത്തെ അറിയാമായിരുന്നു. ഒരർത്ഥത്തിൽ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ കൂടി അവരുടെ പ്ലോട്ടിൻ്റെ ഭാഗമായിരുന്നു. പ്രതീക്ഷിച്ച പോലെ ഈ വാർത്ത ഡൽഹിയിലെത്തിയപ്പോൾ ശക്തമായ രീതിയിലുള്ള എതിർപ്പ് നെഹ്റുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പാർട്ടീഷൻ്റെ ഓർമ്മകൾ വളരെ ഫ്രഷായി നിലനിൽക്കുന്നത് കൊണ്ടാകാം അത്തരത്തിലുള്ള ഒരു സംഭവം കൂടി ഉണ്ടാകാൻ പാടില്ല എന്ന വളരെ ശക്തമായിട്ടുള്ള തീരുമാനത്തിലായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. തൻ്റെ പ്രിയപ്പെട്ട നഗരമായിട്ടുള്ള ലാഹോർ ഇന്ത്യ വിഭജന കാലത്ത് രക്തരൂക്ഷിതമായ കലാപങ്ങളിലൂടെ പോകുമ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകൾ ഫോണിലൂടെ കേൾക്കുന്ന നെഹ്റു വിതുമ്പിക്കരയുന്ന ഒരു കാഴ്ച ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന പുസ്തകത്തിൽ ഡൊമിനിക് ലാപ്പിയറും ലാരി കൊള്ളിൻസും പറയുന്നുണ്ട്. അനുഭവങ്ങളുടെ ഈ ബാഗേജ് കൂടി ഉണ്ടായിരിക്കുന്നത് കൊണ്ടാകാം ഇത്തരത്തിലുള്ള ഒരു കലാപത്തിന് ഇനി ഒരു അവസരം പോലും നൽകാൻ പാടില്ല എന്ന് നെഹ്റു കരുതാനുണ്ടാകുന്ന കാരണം. ഉടൻ തന്നെ നെഹ്റു ഇന്നത്തെ ഉത്തർപ്രദേശ് ഉൾപ്പെടുന്ന യുണൈറ്റഡ് പ്രൊവിൻസിൻ്റെ ചീഫ് മിനിസ്റ്ററും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ഗോവിന്ദ് ബല്ലഭ് പന്തിനെ കോൺടാക്റ്റ് ചെയ്യുകയാണ്. സ്ഥിതിഗതികൾ പരിശോധിച്ച് ഉടനെ നടപടിയെടുക്കാനും ഇതൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആയി വളരാതിരിക്കാനുള്ള എല്ലാവിധ നടപടികളും സ്വീകരിക്കാനും നെഹ്റു പന്തിനോട് ആവശ്യപ്പെട്ടു. ഇവിടെ കാണേണ്ട ഒരു വസ്തുത, കോൺഗ്രസിനുള്ളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച റൈറ്റ് വിങ് മെൻറ്റാലിറ്റിയുള്ള ഒരു നേതാവായിരുന്നു GB പന്ത് എന്നുള്ളതാണ്. വിഗ്രഹം സ്ഥാപിക്കുന്നതിന് മുന്നേയുള്ള സ്റ്റേറ്റസ് കോ നിലനിർത്തുക എന്നുള്ളതായിരുന്നു നെഹ്റു പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിന് നൽകിയ നിർദ്ദേശത്തിൻ്റെ രത്നച്ചുരുക്കം. ഇത് പ്രകാരം വിഗ്രഹം അവിടെ നിന്നും എടുത്തു മാറ്റാൻ ഗവൺമെൻറ് ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ് കൂടിയായിട്ടുള്ള KK നായർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ വിഗ്രഹം എടുത്തു മാറ്റിയാൽ ഒരു കലാപമുണ്ടാകും
എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ഈ ഓർഡർ നിരസിക്കുകയാണ് നായർ ചെയ്തത്. കെ നായർ എന്തുകൊണ്ട് ഇത്തരത്തിൽ ആ ഓർഡർ നിരസിച്ചു എന്നുള്ളത് പിന്നീടുള്ള ചരിത്രം വ്യക്തമായി നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനുള്ള കാരണം കെ നായർ പിന്നീട് BJPയുടെ മുൻഗാമി എന്നൊക്കെ പറയാവുന്ന ഹിന്ദു റൈറ്റ് വിങ് പാർട്ടിയായിട്ടുള്ള ജനസംഘിൽ ചേരുകയുണ്ടായി. കൂടാതെ 1965 MLA ആയും 67 MP ആയും തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യവും വന്നു ചേർന്നു. കെ നായരുടെ സുഹൃത്തായിരുന്ന നമ്മുടെ ഈ മൂവർ സംഘത്തിലെ ഒരു കണ്ണിയായിട്ടുള്ള ദത്തും പിന്നീട് ജനസംഘിൽ ചേരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഡിസംബർ 25 ഫൈസാബാദ് ജില്ലയിലെ ആര്യ സമാജം ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ്. ആ റെസൊല്യൂഷൻ പറയുന്നത് ഇന്ത്യയിൽ എവിടെയൊക്കെ ഇത്തരത്തിൽ മുസ്ലിം പള്ളികൾ ഹിന്ദു ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾക്ക് മേൽ പണിഞ്ഞിട്ടുണ്ടോ അതെല്ലാം തിരിച്ചു പിടിക്കണം എന്നാണ്. ഒരു നോർത്ത് ഇന്ത്യൻ നഗരത്തിലെ പ്രശ്നത്തിൽ നിന്നും ഒരു പാൻ ഇന്ത്യൻ പ്രശ്നമായി അയോധ്യ മാറുന്നതിൻ്റെ തുടക്കം ഇവിടെ നമുക്ക് വ്യക്തമാണ്. രാമജന്മഭൂമി വിഷയം വലിയ രീതിയിൽ ഇലക്ടറൽ വിക്ടറി തങ്ങൾക്കുണ്ടാക്കും എന്ന പ്രതീക്ഷയും ഹിന്ദു മഹാസഭയ്ക്ക് ഈ കാലഘട്ടത്തിലുണ്ട്. പലപ്പോഴും ഇത്തരം മതവിഷയങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയമുണ്ടാക്കിയ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം അവർക്ക് ഒരു പാഠപുസ്തകം പോലെ മുന്നിലുണ്ടായിരുന്നു. സ്ഥിതി കൈവിട്ടു പോകുന്നത് മനസ്സിലാക്കിയ നെഹ്റു വീണ്ടും പന്തിനോട് എഫിഷ്യൻ്റായി ഇടപെടാൻ ആവശ്യപ്പെടുകയാണ്. ഒരു ഘട്ടത്തിൽ അയോധ്യയിലേക്ക് പോകാൻ വരെ നെഹ്റു തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ഈ പദ്ധതി, അയോധ്യയിലേക്ക് പോകാനുള്ള പദ്ധതി ഉപേക്ഷിക്കുകയാണ്. അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. കാരണം ആ കാലഘട്ടത്തിൽ അയോധ്യയേക്കാൾ ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഇന്ത്യ നേരിട്ടിരുന്നു, കശ്മീർ ഉൾപ്പെടെ. ഒരു ഡാമേജ് കൺട്രോൾ എന്ന പോലെ 1950 ജനുവരി 5 ഗവൺമെൻറ് ബാബറി മസ്ജിദ് തർക്കഭൂമി ഒരു റിസീവറെ ഏൽപ്പിക്കുകയും അതുപോലെ ഈ തർക്കഭൂമി ഒരു താഴിട്ട് പൂട്ടുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് ബാബറി മസ്ജിദിനെ സംബന്ധിച്ചുള്ള നീണ്ട കോടതി വ്യവഹാരങ്ങൾ ആരംഭിക്കുന്നത്. ആദ്യത്തെ കേസ് 1950 ഹിന്ദു മഹാസഭാ നേതാവായിട്ടുള്ള ഗോപാൽ സിംഗ് വിശാരദ് ഫൈസാബാദ് കോടതിയിൽ സമർപ്പിച്ചു. ബാബറി പള്ളിയുടെ ഉടമസ്ഥാവകാശം ഹിന്ദുക്കൾക്ക് നൽകണം എന്നതായിരുന്നു ഹർജിക്കാരൻ്റെ ആവശ്യം. എന്നാൽ ഇത് കോടതി തള്ളുകയുണ്ടായി. എന്നാൽ അതേസമയം രാംലല്ല അഥവാ രാമൻ്റെ പ്രതിമ ബാബറി മസ്ജിദിൽ നിന്നും എടുത്ത് ഗവൺമെൻറ് മാറ്റരുത് എന്ന ഇൻജങ്ഷൻ ഓർഡർ കോടതി അനുവദിക്കുകയും ചെയ്തു. നീണ്ട കോടതി വ്യവഹാരങ്ങൾ ഈ ഘട്ടത്തിൽ തുടരുകയാണ്. പിന്നീട് പല വർഷങ്ങളിൽ പലരും ഈ കേസിൻ്റെ ഭാഗമായി ഇതിലേക്ക് കക്ഷി ചേരുന്നുണ്ട്. 1964 ഈ കേസിൽ പ്രധാനമായും 4 കക്ഷികളുണ്ട്. കോടതി പല കേസുകളെയും കൺസോളിഡേറ്റ് ചെയ്ത് ഒരു കേസാക്കി മാറ്റുകയായിരുന്നു. ഈ കക്ഷികൾ യഥാക്രമം നേരത്തെ സൂചിപ്പിച്ച ഗോപാൽ സിംഗ് വിശാരദ്, അതുപോലെ ഒരു ഹിന്ദു സംഘടനയായിട്ടുള്ള നിർമോഹി അഖാര, അതുപോലെ മറ്റൊരു ഹിന്ദു സംഘടനയായിട്ടുള്ള ദിഗംബർ അഖാര, അതോടൊപ്പം മുസ്ലിം സ്വത്ത് വകകൾ നോക്കി നടത്താൻ നിയമപരമായി രൂപം കൊണ്ട സുന്നി വഖഫ് ബോർഡ്. ഇവരായിരുന്നു ഈ കേസിലെ കക്ഷികൾ. ഇന്ത്യൻ കോടതി വ്യവഹാരങ്ങൾ പതിവ് പോലെ അതിൻ്റെ സമയമെടുത്ത് മെല്ലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നെഹ്റു മരണപ്പെട്ടു, ഇന്ദിര എന്ന വലിയ നേതാവിൻ്റെ ഉയർച്ച കണ്ടു, ഇന്ത്യ യുദ്ധങ്ങളിലേർപ്പെട്ടു, പരാജയപ്പെട്ടു, വിജയിച്ചു, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഒരു ഇമ്മീഡിയറ്റ് പ്രശ്നം എന്ന നിലയിൽ നിന്നും അയോധ്യയും ബാബറി മസ്ജിദും പൊതുമനസ്സിൽ നിന്നും മാറുകയാണ്. എന്നാൽ ഇത് ഒരു കൊടുങ്കാറ്റിന് മുന്നേയുള്ള ശാന്തത മാത്രമായിരുന്നു. വരും പതിറ്റാണ്ടുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി അയോധ്യ മാറുമെന്ന് ഒരുപക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യർ പോലും കരുതിയിട്ടുണ്ടാവില്ല. ഒന്നാമത്തെ ഭാഗം നമ്മളിവിടെ ചുരുക്കുകയാണ്. 1980 മുതൽ 2024 വരെയുള്ള ചരിത്രമാണ് നമ്മൾ അടുത്ത ഭാഗത്തിൽ ചർച്ച ചെയ്യുക. എങ്ങനെ അയോധ്യ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രബിന്ദുവായി എന്നതാണ് രണ്ടാമത്തെ ഭാഗത്തിൻ്റെ ചർച്ച. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം ഒരിക്കൽ കൂടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നന്ദി.